ഹലോ, വെൽക്കം ടു ഡ്രീമി ഡെസ്ക്. ഇന്ന് നമുക്ക് ഈ പ്ലെയിൻ ഹെയർ ബാൻഡിനെ ഒരു ക്യൂട്ടായിട്ടുള്ള സ്ക്രഞ്ചസ് ആക്കി മാറ്റിയാലോ. രണ്ട് ഹെയർ ബാൻഡും ഒരേ സൈസിലായാൽ കുറച്ചുകൂടെ നന്നാവും. എനിക്കിവിടെ രണ്ടും ഒരേ സൈസിൽ കിട്ടിയില്ല, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കാണിച്ച പോലെ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, രണ്ട് ഹെയർ ബാൻഡും അതിലിങ്ങനെ ഇടുക. ഇനി ഒരു റിബൺ എടുക്കുക. റിബണിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിവിടെ കുറച്ച് തിന്നായിട്ടുള്ള റിബണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതേപോലെ ഹെയർ ബാൻഡിലൂടെ കടത്തിയിടുക. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളുടെ മുടിയൊക്കെ പിന്നുന്ന പോലെ ഓരോ ഹെയർ ബാൻഡിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് റിബൺ കടത്തി വിടുക. കുറച്ച് ക്ഷമ മാത്രം മതിയാവും, കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് പിന്നിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പിന്നിയെടുക്കാം. ഇനി പിന്നുന്നതിന് മറ്റു നാട്ടുകളിൽ എന്തെങ്കിലും പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ പിന്നുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന റിബൺ ഇതേപോലെ ചുറ്റിയെടുത്ത് അവിടെ ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ചെയ്യുമ്പോൾ എല്ലാം കൂടി വരാതെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നല്ലതായിട്ട് ചെയ്തെടുക്കണം, കാരണം തലയിലിടുമ്പോൾ വൃത്തികേടായിട്ട് തോന്നരുത്. അപ്പോൾ എക്സ്ട്രാ വരുന്നതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബോ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനെ ഒന്നുകൂടി ഭംഗിയാക്കാൻ ഞാനിവിടെ ഇവിടെ ഒരു പേളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് ഇതൊന്ന് കണ്ടാൽ പറയോ? ഇല്ലല്ലോ, ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.